ആ ഇരുട്ടേറിയ മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ, ഭയത്തിലും അതിലുപരി തനിക്ക് സംഭവിച്ച നടുക്കത്തിലും ദീപ്തി തളർന്നു പോയിരുന്നു. മുറിയിലിരുന്ന ഒരു മത്സ്യകന്യകയുടെ ഭംഗിയുള്ള പ്രതിമയിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്റെ സ്വപ്നങ്ങൾ, എന്റെ ജീവിതം എല്ലാം തകർന്നിരിക്കുന്നു. +1 പഠിക്കുന്ന ദീപ്തി, അച്ഛന്റെയും അമ്മയുടെയും ഏക മകൾ. വളരെ സന്തോഷമുള്ള ജീവിതമായിരുന്നു അവരുടേത്. ക്ലാസ്സിൽ എല്ലാവർക്കും അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. ക്ലാസ്സിലെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു ദീപ്തി. എപ്പോഴും നിറഞ്ഞ ചിരിയോടെയായിരുന്നു ദീപ്തിയുടെ സംസാരം. ക്ലാസ്സിലെ സഹപാഠികളുമായി നല്ല കൂട്ടായിരുന്നു ദീപ്തി. ക്ലാസ്സിലെ സഹപാഠിയായ രാഹുലുമായി അവൾ പെട്ടെന്നടുത്തു. സ്കൂൾ ക്ലാസ് മുറിയിൽ എല്ലായ്പ്പോഴും പിന്നിലെ ബെഞ്ചിലായിരുന്നു രാഹുൽ ഇരിക്കുന്നത്. ദീപ്തി എല്ലായ്പ്പോഴും പുസ്തകവുമായി മുന്നിലിരുന്നെങ്കിലും പിന്നിൽ നിന്നും വരുന്ന രാഹുലിന്റെ കണ്ണിലെ തിളക്കം അവൾക്കറിയാൻ കഴിഞ്ഞു. ടീച്ചർ പഠിപ്പിക്കുമ്പോഴും ബ്ലാക്ക് ബോർഡിലേക്കല്ല, അവളുടെ മനസ്സ് രാഹുലിലേക്ക് വഴുതി മാറിക്കൊണ്ടിരുന്നു. ഇടവേളയിൽ ക്യാൻറ്റീനിലേക്ക് പോകുമ്പോൾ അവനൊപ്പം നടക്കും. ഒരു സമോസ ഷെയർ ചെയ്യുമ്പോൾ രണ്ടുപേരുടെ കണ്ണുകളിലും ഒരേ തിളക്കമായിരുന്നു. പക്ഷെ അത് ഫ്രണ്ട്ഷിപ്പിനെ കടന്ന് മറ്റൊരു ബന്ധമായി വളരാൻ അധികം താമസമുണ്ടായില്ല. ഒരു ദിവസം രാഹുൽ തന്റെ നോട്ട്ബുക്കിലെ ഒരു പേജിൽ ചെറിയൊരു കുറിപ്പെഴുതി. ദീപ്തി, നീയാണ് എന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. പക്ഷേ എന്റെ മനസ്സ് പറയുന്നത് അത് ഫ്രണ്ട്ഷിപ്പിനേക്കാൾ കൂടുതലാണെന്നാണ്. ആ കുറിപ്പ് അവൻ പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ച് ദീപ്തിക്ക് നൽകി. അത് വായിച്ച ദീപ്തിയുടെ മുഖം ചുമന്നുപോയി. ആദ്യം മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ. പക്ഷേ അടുത്ത ദിവസം അവളുടെ ഹാൻഡ് റൈറ്റിംഗിൽ ചെറിയൊരു കുറിപ്പ് രാഹുലിന് കൊടുക്കാൻ അവൾ എഴുതി വെച്ചിരുന്നു. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: എനിക്കും തോന്നുന്നുണ്ട് നമ്മൾ ഒരിക്കലും വേർപിരിയില്ല. റെയിൽവേ ഗേറ്റ് കടന്നു വേണം ദീപ്തിക്ക് വീട്ടിലെത്താൻ. അവിടം വരെ ദീപ്തിയും രാഹുലും ഒന്നിച്ചാണ് പോകുന്നത്. അവിടെ വെച്ചാണ് ആ കുറിപ്പ് ദീപ്തി രാഹുലിന് നേരെ നീട്ടിയത്. അത് നീട്ടിയപ്പോൾ ദീപ്തിക്ക് തോന്നി, ഇതെന്റെ ഹൃദയമാണ്. ഒരു മൃദുചിരിയോടെ അവൻ അത് വാങ്ങി. അത് വായിച്ച അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നിമിഷം ഇരുവരുടെയും ഹൃദയങ്ങളിൽ നാം ഒരുമിച്ചാണെന്നൊരു തോന്നൽ ഉറപ്പിച്ചു. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ രണ്ടുപേരും ലൈബ്രറിയിൽ ഒത്തുകൂടും. മാത്സ് പ്രോബ്ലം പറഞ്ഞു നൽകുന്നതിനിടയിൽ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കും. ദീപ്തി, ഇതൊന്ന് പറഞ്ഞു തരുമോ? ഉത്തരങ്ങൾക്കായിരുന്നില്ല ആ ചോദ്യമെന്ന് ദീപ്തിക്ക് അറിയാമായിരുന്നു. അങ്ങനെ സ്കൂൾ എക്സ്കർഷന്റെ സമയമായി. ആ ദിവസങ്ങളാണ് ദീപ്തിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. രണ്ടുപേരും അടുത്തടുത്ത സീറ്റുകളിലാണ് ഇരുന്നത്. പാട്ടുകൾ കേട്ട് എല്ലാവരും കളിച്ചും ചിരിച്ചും ഇരിക്കുമ്പോൾ ദീപ്തിയും രാഹുലും മാത്രം സൈലന്റ് ആയിട്ട് കൈകൾ പരസ്പരം സ്പർശിച്ച്, ആ ഇലക്ട്രിസിറ്റി പോലുള്ള ആദ്യത്തെ സ്പർശനത്തിൽ ഇരുവരുടെയും ഹൃദയങ്ങൾ വേഗം അടുത്തു. അവരുടെ യാത്ര മൂന്നാറിലേക്കാണ്. അവിടുത്തെ പ്രകൃതി ആരെയും വശീകരിക്കുന്നതാണ്. ആ തണുപ്പും കാറ്റിന്റെ തലോടലും ദീപ്തിയെയും രാഹുലിനെയും മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. പെട്ടെന്നാണത് സംഭവിച്ചത്. ഒരു കാറ് പാഞ്ഞു പോയതും അവിടെ റോഡിൽ തളം കെട്ടി നിന്ന വെള്ളം ദീപ്തിയുടെ ഡ്രസ്സിലേക്ക് വീണതും ഒന്നിച്ചായിരുന്നു. അവളുടെ ഭംഗിയുള്ള പിങ്ക് നിറമുള്ള വസ്ത്രം മുഴുവൻ ചെളിയായി. ദീപ്തിക്ക് ആകെ സങ്കടമായി. ഇനി എന്ത് ചെയ്യും? അപ്പോഴേക്കും ടീച്ചറും ദീപ്തിയുടെ അടുത്തെത്തിയിരുന്നു. സാരമില്ല ദീപ്തി, നമ്മുടെ റൂം ഇവിടെ അടുത്തല്ലേ, പോയി ഡ്രസ്സ് മാറിയിട്ട് വരൂ. ഇതെല്ലാം രാഹുലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ അലീനയോടായി പറഞ്ഞു, അലീന, രണ്ടുപേരും കൂടി പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരൂ. വിഷമത്തോടെ ദീപ്തി അലീനയോടൊപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി പോയി. പോകുന്ന വഴിക്ക് അവൾ രാഹുലിനെ നോക്കി. സാരമില്ല, പോയിട്ട് വരൂ എന്നാരും കാണാതെ രാഹുൽ മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചു. അലീനയോടൊപ്പം ദീപ്തി നടന്നു പോകുന്നത് നോക്കി നിന്ന രാഹുലിന് അവരുടെ സങ്കടത്തോടെയുള്ള പോക്ക് കണ്ടപ്പോൾ അവിടെ നിൽക്കാൻ തോന്നിയില്ല. ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും മൂന്നാറിന്റെ ഊഷ്മളതയിൽ പാറി നടക്കുകയാണ്. രാഹുൽ ഓടി ദീപ്തിയുടെ മുന്നിലെത്തി. എന്താ രാഹുലേ? ദീപ്തിയും രാഹുലുമായുള്ള ബന്ധം അറിയായിരുന്ന അലീന ചിരിയോടെ ചോദിച്ചു. അലീന, പ്ലീസ്, എനിക്ക് ദീപ്തിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ ദീപ്തിയുടെ കൂടെ പോയിട്ട് വരാം. അയ്യോ, എനിക്ക് പേടിയാ, ടീച്ചർ വഴക്കു പറയും. അതിന് നീ പറയാതിരുന്നാൽ പോരെ? നീ ഇവിടെ നില്ല്, ഞാൻ ദീപ്തിയോട് സംസാരിച്ചിട്ട് വേഗം വരാം. ഇഷ്ടക്കേടോടെ അലീന അതിന് സമ്മതിച്ചു. വേഗം നടന്നുപോയ ദീപ്തിയുടെ പിറകെ രാഹുൽ ഓടിയെത്തി. റൂമിന്റെ പുറത്ത് എന്തെന്നില്ലാത്ത നെഞ്ചെടുപ്പോടെ രാഹുൽ കാത്തുനിന്നു. വളരെ പെട്ടെന്ന് തന്നെ ദീപ്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റൂമിന് പുറത്തു വന്നു. നീ കയറിയിരിക്കെ, ഞാൻ മുടിയൊന്ന് കെട്ടട്ടെ. തന്നെ തന്നെ നോക്കി നിൽക്കുന്ന രാഹുലിനെ അവൾ ചെറിയൊരു നാണത്തോടെ നോക്കി. എല്ലാവരും കറങ്ങാൻ പോയതുകൊണ്ട് അവിടെയെങ്ങും ആരുമില്ലായിരുന്നു. ദീപ്തിയും രാഹുലും മാത്രം ബാക്കിയായി.
എന്താ? ദീപ്തി പതിയെ രാഹുലിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ അവൾക്ക് സ്നേഹവും കെയറിങ്ങും എല്ലാം ഒരുമിച്ച് തോന്നി. ആ സൈലൻസിൽ അവൻ പതുക്കെ അവളുടെ കൈപിടിച്ചു. ദീപ്തിയുടെ ഹൃദയം വല്ലാതെ വേഗം കൂടി. ഞാൻ നിന്നെ ഒരിക്കലും വിട്ടേക്കില്ല. രാഹുലിന്റെ വളരെ പതുങ്ങിയ ശബ്ദം ദീപ്തിയുടെ മുഖത്തേക്ക് തട്ടി നിന്നു. മൂന്നാറിന്റെ ആരെയും മോഹിപ്പിക്കുന്ന തണുപ്പും ആ ഒറ്റപ്പെട്ട സമയവും അവരുടെ ഇടയിലെ അകലങ്ങൾ ഇല്ലാതാക്കി. അവരുടെ പ്രണയം അതിർവരമ്പുകൾ ലംഘിച്ച് കടന്നുപോയി. ദീപ്തി ഓർമ്മയിൽ നിന്നും ഉണർന്നു. അവളുടെ മുഖത്ത് കരച്ചിൽ മാറി ദേഷ്യം വന്നു നിറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അത് ഒരു കരച്ചിലായാണ് പുറത്തേക്ക് വന്നത്. ഈ സമയം അപ്പുറത്തെ മുറിയിൽ തങ്ങളുടെ മകൾക്ക് സംഭവിച്ച തെറ്റിന്റെ തീച്ചൂളയിൽ ഉരുകിത്തീരുകയായിരുന്നു ദീപ്തിയുടെ അച്ഛനും അമ്മയും. കഴിഞ്ഞ ദിവസമാണ് ആ നടുക്കുന്ന സത്യം അവരറിഞ്ഞത്. വിവാഹപ്രായം പോലും എത്താത്ത തങ്ങളുടെ പൊന്നുമോൾ ഗർഭിണിയായിരിക്കുന്നു. ദീപ്തിയുടെ അമ്മയാണ് ആദ്യം കാര്യത്തിന്റെ സത്യാവസ്ഥ അറിഞ്ഞത്. മകളുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം അമ്മ ശ്രദ്ധിച്ചിരുന്നു. ആരെന്ന ചിന്തയേക്കാൾ അവരെ തളർത്തിയത് ഇനി എന്ത് ചെയ്യുമെന്ന ചിന്തയായിരുന്നു. അച്ഛനും അമ്മയും അകത്തേക്ക് വന്നത് ദീപ്തി അറിഞ്ഞില്ല. കരഞ്ഞു കലങ്ങിയ ദീപ്തിയുടെ മുഖം കണ്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് കരയുന്നു. നിന്നെ ഞങ്ങൾ എത്ര വിശ്വസിച്ചു. എല്ലാ സ്വാതന്ത്ര്യവും നിനക്ക് തന്നതിന് നീ ഞങ്ങൾക്ക് തന്ന ശിക്ഷയല്ലേ ഇത്? അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോ ദീപ്തി തല താഴ്ത്തി. കണ്ണുനീർ കൈവിരലുകളാൽ തുടച്ചു. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പേടിയും കുറ്റബോധവും എല്ലാം ചേർന്ന് അവളെ വല്ലാതെ തളർത്തിയിരുന്നു. അച്ഛൻ നിശ്ചലനായി നിന്നു. കോപം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് മകളെ നോക്കി. എങ്കിലും ആ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദീപ്തി, നീ എന്റെ പ്രിയപ്പെട്ട മോളല്ലായിരുന്നോ? എന്റെ സ്വപ്നം, എന്റെ അഭിമാനം. ഇനി ഞാൻ എങ്ങനെ സമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി നടക്കും? വിങ്ങിപ്പൊട്ടലോടെ ദീപ്തി അച്ഛനെ വിളിച്ചു. അച്ഛാ, എന്നെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക്. അത്രയ്ക്ക് വലിയ തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്. ജീവനേക്കാൾ ഏറെ താൻ സ്നേഹിച്ച മകളുടെ ദയനീയമായ ഏറ്റുപറച്ചിൽ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ പൊന്നോമന മകൾ, തങ്ങളുടെ ഏക മകൾ, അതും പ്രായപൂർത്തിയാകാത്ത മകൾ ഗർഭിണിയാണെന്ന് തങ്ങൾ ആരോട് പറയും? എന്റെ മോളെ, നിന്നെ കൊല്ലാൻ ഞങ്ങൾക്കാവുമോ? പക്ഷേ നീ ചെയ്ത തെറ്റിന്റെ ഭാരവും സമൂഹത്തിന്റെ വിരോധവും അത് നമ്മൾക്കൊക്കെ സഹിക്കേണ്ടി വരും. അത് പറഞ്ഞപ്പോൾ അമ്മയുടെ ശബ്ദം ഇടറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ദീപ്തി അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കരഞ്ഞു. ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അച്ഛൻ അമ്മയെയും മകളെയും ചേർത്ത് പിടിച്ചു. ഇത് ഇന്നത്തെ സമൂഹത്തിന്റെ നേർക്കാഴ്ചയാണ്. എത്ര തെറ്റുകൾ വന്നാലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ അവരെ അറിയുന്നില്ലെന്ന് മാത്രം.